ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ഉണ്ണിമായ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇൻസ്പിറേഷൻ തന്ന ഒരു 3 സ്റ്റോറീസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ 3 സ്റ്റോറീസ് നിങ്ങൾക്കും ഇൻസ്പിറേഷൻ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റോറി നടക്കുന്നത് എന്റെ ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമയത്താണ്. ആ ഒരു സമയത്താണ് ഞാൻ എന്റെ ഫൈനൽ ഇയർ പാസ്സാവുന്നതും എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള യോഗ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത് അടുത്ത ദിവസം തന്നെ മാം എന്നോട് പറയാണ്, നമുക്ക് ഇന്നൊരു പ്രീ എക്സിസ്റ്റിംഗ് പേഷ്യന്റിനെ കാണാൻ പോകണം. അപ്പൊ ഇവിടെ അഡ്മിഷൻ വന്നിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അവർക്കൊന്ന് ഫോളോ അപ്പ് കൊടുക്കാൻ വേണ്ടി പോയാൽ മതി എന്ന് പറയും. അങ്ങനെ അവരെ കാണാൻ പോകുന്ന സമയത്താണ് മാം എന്നോട് അവരുടെ സ്റ്റോറി പറയുന്നത്. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ മാസം തന്നെ അറിയാണ് വൈഫിന് ക്യാൻസർ ആണെന്നുള്ള കാര്യം. ബ്രാഹ്മിൻസ് ആണ്. ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ആ ഒരു ഹസ്ബൻഡിനോട്, ആ വ്യക്തിയോട് പറഞ്ഞു, ആ വൈഫിനെ ഉപേക്ഷിക്കുക, വേറൊരു വിവാഹം കഴിക്കുക, നിന്റെ ജീവിതം നീ നശിപ്പിക്കണ്ട എന്ന് പറയാണ്. പക്ഷെ അദ്ദേഹം തീരുമാനിക്കുന്നത് എന്ത് വന്നു കഴിഞ്ഞാലും ആ വൈഫിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് തീരുമാനിച്ച് ഒറ്റയ്ക്ക് ഫാമിലി മെമ്പേഴ്സിനെ എതിർത്തുകൊണ്ട് എല്ലാ കാര്യത്തിനും, ട്രീറ്റ്മെന്റിനാണെങ്കിലും മറ്റ് സപ്പോർട്ടിന്റെ കാര്യത്തിലെല്ലാം ആ ഹസ്ബൻഡ് കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് വളരെ ഇമോഷണലി ഡൗൺ ആയിക്കൊണ്ട് വിഷമിച്ച് ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ശാരീരികമായിട്ട് അത്രയും വീക്കായി കിടക്കുന്ന ഒരു സ്ത്രീയെയാണ്. അവരോടൊപ്പം അത്രയും സ്നേഹത്തോടെ അവർ കെയർ ചെയ്തുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ മുഖത്ത് നോക്കാൻ അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഇമോഷണലി അത്രയ്ക്ക് ഡൗൺ ആയി. എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത വിഷമം ആ റൂമിൽ കയറി ചെന്നപ്പോൾ ഉണ്ടായിരുന്നു. അവരുടെ ശരീരത്തിൽ എല്ലുകളൊക്കെ പ്രൊമിനന്റ് ആയിട്ട് കാണാൻ പറ്റും. അതായത് മാംസമില്ലാത്ത രീതിയിലാണ് അവരുടെ ആ ശരീരം അപ്പോ ആ ഒരു അവസ്ഥയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് അതൊന്നുമല്ല. കഷ്ടപ്പെട്ടാണെങ്കിലും അവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അത്രമാത്രം എനർജറ്റിക് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള കണ്ണുകളാണ് ഞാൻ അവരിൽ കണ്ടത്. അവര് മാമിനോട് സംസാരിക്കുമ്പോൾ അവർ അത്രമാത്രം വ്യക്തതയോടെയാണ് സംസാരിക്കുന്നത്, അത്രമാത്രം കോൺഫിഡന്റോടെയാണ് സംസാരിക്കുന്നത്. അത് കണ്ടു നിന്ന് എനിക്ക് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും അവർ ഈ രോഗത്തെ പ്രതിരോധിക്കും, അവര് എന്തായാലും മുന്നോട്ട് ജീവിക്കുക തന്നെ ചെയ്യുന്നുള്ളത്. വളരെ ഇമോഷണലി ഡൗൺ ആയി ആ റൂമിൽ കയറി ചെന്ന് ഞാൻ തിരിച്ച് ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്രമാത്രം കോൺഫിഡൻസോടെയാണ് ഞാൻ തിരിച്ചിറങ്ങിയത്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷണലി ഡൗൺ ആയ എന്നെ പോലും എനർജറ്റിക് ആക്കാൻ പാകത്തിനായിരുന്നു അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പക്ഷെ തിരിച്ച് അവിടെ നിന്നും മടങ്ങിയപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ വലിയൊരു പാഠം പഠിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു ലെസൺ എന്ന് പറയുന്നത്, ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് പരാതി പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അന്ന് മുതൽ ഞാനൊരു കാര്യം ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരാതി പറയുന്ന ആ ഒരു സ്വഭാവം മാറ്റി ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിൽ പുതിയൊരു പാഠം ഞാൻ ഉൾക്കൊള്ളുകയാണ്. അടുത്ത സ്റ്റോറി നടക്കുന്നതും യോഗ ഹാളിൽ വെച്ച് തന്നെയാണ്. ഒരു പുതിയ പേഷ്യന്റിനെ എനിക്ക് ട്രെയിൻ ചെയ്യിക്കാൻ ലഭിക്കുകയാണ്. കടുത്ത ഡിപ്രഷനിൽ അകപ്പെട്ട ഒരു ലേഡി. അങ്ങനെ അവർക്ക് ട്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചതൊന്നുമല്ല. കാരണം ഇത്രയ്ക്കും ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ സംസാരിക്കുന്ന കാര്യം പോലും അവർക്ക് മനസ്സിലാകുന്നുണ്ടോ, അവർ കേൾക്കുന്നുണ്ടോ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. യാതൊരു വിധത്തിലുള്ള എക്സ്പ്രഷനോ ഇമോഷൻസോ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലാണ് അവര് നമ്മുടെ മുന്നിൽ ഇരുന്ന് തരുന്നത്. അത് മാത്രമല്ല, അവര് ഭക്ഷണം കഴിക്കുന്നത് പ്രോപ്പർ അല്ല, ഉറങ്ങുന്നത് പ്രോപ്പർ അല്ല, അവർ ഒരു കാര്യം അവർക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അത്രയ്ക്കും ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് അവർ നമ്മളെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ പിന്നീട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ദിവസം അവരിൽ നിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മൈൽ ലഭിക്കുകയാണ്. അത് ലഭിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് അവർ പതുക്കെ ചിരിക്കാൻ തുടങ്ങി. അവർ പതുക്കെ ഓരോ കാര്യത്തിൽ ഇൻവോൾവ് ആകാൻ തുടങ്ങി. അങ്ങനെ അവരുമായിട്ട് കൊടുത്ത് കുറച്ച് അറ്റാച്ച്ഡ് ആയപ്പോഴാണ് അവരുടെ സ്റ്റോറീസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ആക്ച്വലി നാട്ടിൽ വളരെ വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡിയായിരുന്നു. വിവാഹശേഷം അവർക്ക് അത്രയും ലവബിൾ ആയിട്ടുള്ള, അത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ ലഭിക്കുകയാണ്. അങ്ങനെ അവർക്ക് കൂടുതൽ കരിയർ അച്ചീവ്മെന്റ്സ് വേണമെന്ന് ആവശ്യപ്പെടുകയും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എതിർത്തെങ്കിലും ഹസ്ബൻഡിന്റെ സമ്മതത്തോടു കൂടി തന്നെ അവർ പുറത്തേക്ക് പോവുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ മടങ്ങി എത്തുമ്പോൾ ഹസ്ബൻഡ് മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർ ഈ ഒരു ഡിപ്രഷനിൽ അകപ്പെടുന്നു. ഫാമിലി മെമ്പേഴ്സ് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ഇതായിരുന്നു അവരുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അവരിൽ നിന്നും ഈ സ്റ്റോറി മനസ്സിലാക്കി, അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു വലിയ പാഠം എന്ന് പറയുന്നത്, പ്രൊഫഷണൽ അച്ചീവ്മെന്റ്സ് ടെമ്പററിയാണ്, പക്ഷെ ഒരു പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത് അത് പെർമനന്റ് ആണ്. കാരണം പ്രൊഫഷണൽ അച്ചീവ്മെന്റ്സ് ഇന്ന് വരും, നാളെ പോകും, അതൊരിക്കലും നിലനിൽക്കുന്നില്ല. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് തിരിച്ചു ലഭിക്കാത്ത ഒരു ലോസ് ആയിട്ട് ലൈഫിൽ എന്നും നിലനിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതമാണെങ്കിലും, എത്ര തിരക്ക് പിടിച്ചിട്ടുള്ള ബിസി ഷെഡ്യൂൾ ആണെങ്കിലും കുറച്ച് ടൈമെങ്കിലും നമ്മൾ മാറ്റി വെക്കാൻ ശീലിക്കണം. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു കുറച്ച് സമയം നമ്മൾ ജീവിതത്തിൽ മാറ്റി വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഞാൻ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്നും ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്.
ഇനി മൂന്നാമത്തെ ഒരു സ്റ്റോറി നടക്കുന്നതും യോഗ ഹോളിൽ വെച്ച് തന്നെയാണ്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡിപ്പാർട്ട്മെന്റ് യോഗ ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു കൊച്ചു ഗിഫ്റ്റ് എന്റെ യോഗ മാമിന് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ എന്റെ കോളേജ് പ്രിൻസിപ്പലിന്റെ വൈഫായിരുന്നു എന്റെ യോഗ ട്രെയിനർ അല്ലെങ്കിൽ യോഗ മാം എന്ന് പറയുന്നത്. അങ്ങനെ ദീപാവലിയുടെ അന്ന് ലീവ് കിട്ടിയ ദിവസം ഞാനൊരു കൊച്ചു പെയിന്റിംഗ് പൂർത്തീകരിച്ചു. ഒരു ചെറിയൊരു ഒറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ദേവിയുടെ മ്യൂറൽ പെയിന്റിംഗ് ആണ് ഞാൻ പൂർത്തീകരിച്ചത്. അങ്ങനെ അടുത്ത ദിവസം അത് മാമിന് കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ ആയതുകൊണ്ട് തന്നെ മാം എന്നെ അറിയിച്ചു അടുത്ത ദിവസം മാം ലീവാണ്, ഒരു പേഴ്സണൽ റിച്വൽ വീട്ടിൽ നടക്കുന്നത് കൊണ്ട് ലീവാണെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഞാൻ അടുത്ത ദിവസം കോളേജിൽ പോകുന്ന വഴി തന്നെ ആ വീട്ടിൽ കയറി ആ ഒരു ഗിഫ്റ്റ് അവിടെ കൊടുത്തിട്ട് ഞാൻ കോളേജിലേക്ക് വന്നു. ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ജോലി കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലീവ് എടുത്ത മാം ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി വരികയാണ്. കയറി വന്ന ടേബിളിലേക്ക് എന്നെ വിളിപ്പിച്ചുകൊണ്ട് മാം സംസാരിക്കാൻ വേണ്ടി വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. ഞാൻ അത്രമാത്രം ഇമോഷണലി ടച്ച് ചെയ്ത ഒരു ഇൻസിഡന്റിനെ കുറിച്ച് മാം അറിയുമ്പോഴാണ് മനസ്സിലായത് അത് ഞാൻ കൊടുത്ത ഗിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. സ്വാഭാവികമായിട്ടും എനിക്ക് അവിടെ വളരെയധികം ഞെട്ടലുണ്ടാക്കി. കാരണം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് എന്നെ സംബന്ധിച്ചത്. പക്ഷെ ആ ഒരു വ്യക്തിക്ക് അത് അത്രമാത്രം ഇമോഷണലി ടച്ച് ചെയ്ത ഒരു ഗിഫ്റ്റ് ആയിട്ട് മാറുകയാണ്. പിന്നീട് മാം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മാമിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു മാമിന്റെ അമ്മ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയായിരുന്നു മാമിന്റെ അമ്മ. മാമിന്റെ അമ്മയുടെ പേര് ദേവി എന്നായിരുന്നു. മാമിന്റെ അമ്മ ഒരു ദേവി ഡിവോട്ടി ആയിരുന്നു. അങ്ങനെ മാമിന്റെ അമ്മ മരണപ്പെട്ട് മാമിന്റെ അമ്മയുടെ മരണത്തോടനുബന്ധിച്ചുള്ള ഒരു റിച്വലാണ് അന്നത്തെ ദിവസം അവിടെ നടക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് മാം ലീവ് എടുക്കുന്നതും. ഞാൻ അന്നത്തെ ദിവസം രാവിലെ അവിടെ കൊണ്ടുകൊടുത്ത ഗിഫ്റ്റ് അവിടെ തുറന്നു നോക്കുമ്പോൾ ഒരു ദേവിയുടെ മ്യൂറൽ പെയിന്റിംഗ് ആണ്. അത് അവരെ അന്നത്തെ ദിവസം അത് കിട്ടിയത് കൊണ്ട് തന്നെ അത് അവർക്ക് അത്രയും പ്രഷ്യസ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ അപ്പൊ തന്നെ പ്രിൻസിപ്പൽ സാർ അത് കൊണ്ടുപോയി ഫ്രെയിം ചെയ്യുന്നു. അവർ രണ്ടുപേരും കൂടെ അത് അവരുടെ പൂജാ റൂമിൽ വെക്കുന്നു. ഇന്നും അവർ ആ ഒരു ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്താറുണ്ട്. ആൻഡ് സീരിയസ്ലി ഇത് അറിഞ്ഞപ്പോൾ എനിക്ക് അത്രമാത്രം ഞെട്ടലാണോ അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വളരെ നിസ്സാരമായി കണ്ടിരുന്ന ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് ഇത്രയും വലുതാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ഇൻസിഡന്റിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ പാഠം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത്രമാത്രം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ട് മാറാം. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യാം. ആൻഡ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കാം. അതെന്നും ജീവിതത്തിൽ നമുക്ക് അത്രമാത്രം ബ്ലിസ്ഫുൾ ആയിട്ടുള്ള എനർജി തന്നുകൊണ്ടിരിക്കും. ഇന്നും ആ ഫോട്ടോയ്ക്ക് മുന്നിൽ അവരവിടെ വിളക്ക് കത്തിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ നിമിഷവും ഞാൻ ബ്ലിസ്ഫുൾ ആവാറുണ്ട്. അപ്പൊ ഇതാണ് എന്നെ ഇൻസ്പയർ ചെയ്ത 3 സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഈ 3 സ്റ്റോറീസിൽ നിന്നും ഞാൻ 3 വലിയ പാഠങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇപ്പോഴും എന്റെ ജീവിതത്തിൽ ആ പാഠങ്ങൾ ഉറക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.